പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വളർന്നു വന്നത്. ചെറിയൊരു ബിൽഡിങ്, അതുതന്നെ ഷെഡായിരുന്നു. അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, ബിൽഡിങ്ങുകളുണ്ടായിരുന്നില്ല. 4 ഷെഡുകളും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മാത്രം നല്ല ടീച്ചേഴ്സിൻ്റെയും കൂടി ശ്രമം, ഒരു ഉസ്താദിൻ്റെ അനുഗ്രഹവും. ഞാൻ അവരോട് എല്ലായ്പ്പോഴും ഇംഗ്ലീഷിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുട്ടികളെ കൂടുതൽ കിട്ടാൻ കാരണം ഇംഗ്ലീഷിൻ്റെ പുരോഗതിയും മതവിദ്യാഭ്യാസവുമാണ്. മതവിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാവില്ല. ലാംഗ്വേജ് എപ്പോഴും ഡൂയിങ് ബൈ ലേണിംഗ് ആണ്. ഞാൻ ഉസ്താദിൻ്റെ അടുത്തേക്ക് അധികം പോകാറില്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകാറ്. റൂമിൽ സെക്രട്ടറിയിലിരുന്നാൽ, പ്രിൻസിപ്പളായിരുന്നാൽ കുട്ടികളൊന്നും പഠിക്കില്ല. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് വിസിറ്റ് ചെയ്യും. ഉള്ളതിൽ നിന്ന് മാറ്റം വരാമെന്നുള്ളതല്ല, നേരത്തെ ഉള്ളത് നഷ്ടം ഇടാതിരിക്കുക. ഹാർഡ് വർക്ക് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ് എന്നാണ്. ഒരു സർവീസിൽ നിന്ന് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരിക്കുകയാണ് മദീനയിലേക്കുള്ള സാറിൻ്റെ ഒരു വരവ്. ആ ഒരു സാഹചര്യത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഞാൻ 2001 റിട്ടയർ ആയത്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ വരേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടായി. അതായത് നോമ്പ് തുറപ്പിക്കാൻ കുട്ടികൾ, യതീംഖാനയിലെ കുട്ടികൾ. അങ്ങനെ ഞാൻ വന്നിവിടെ അന്വേഷിച്ചു. അപ്പോൾ ഓഫീസിൽ അന്ന് ചെറിയൊരു ഓഫീസാണ് അവിടെ 2-3 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് കുഞ്ഞാപ്പൂജിയുണ്ട്, ഒന്ന് മുസ്തഫാക്കുണ്ട്, ഒന്ന് അബ്ദുള്ളാഖ, പിന്നെ സൈദുൽ ഉസ്താദിയും കണ്ടു വന്നു. അങ്ങനെ എന്നോട് കുഞ്ഞാപ്പൂജി അഡ്രസ്സൊക്കെ ചോദിച്ച്, ഫോൺ നമ്പർ ചോദിച്ചു. അപ്പോൾ എന്തായാലും ജോലി ചോദിച്ചു. ഞാൻ മാഷായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ ചാൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ക്യാഷ് കൊടുത്തു, റെസീറ്റ് തന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇവിടെ വേക്കൻസി ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ക്ലാസ്സുകളുണ്ട്? അവിടെ 1-ാം ക്ലാസ്സും LKG UKG ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. വന്ന് വേറെ ഒന്നുമില്ല. അപ്പോൾ ആ പള്ളിയുടെ അടുത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു ഞാൻ പോയിരുന്നത്. ഉസ്താദ് താമസം അതിൻ്റെ മുകളിലാണ്, ആ പള്ളിയുടെ മുകളിൽ. ഇവിടെ വന്ന് എന്നെ ബാപ്പുവാക്ക ഉണ്ടായിരുന്നു അന്നിവിടെ, എപ്പോഴില്ല മരിച്ചുപോയി. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് സ്കൂളിൽ ചാർജ് ഏൽപ്പിച്ചു. അന്ന് മുസ്തഫ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്തിരുന്നത്, കരുതുകൊണ്ടില്ല. അങ്ങനെ എനിക്ക് ചാർജ് തന്നു. അന്ന് മൊത്തം ഇവിടെ ഒരു 10 സ്റ്റാഫ് ഉണ്ടാവുള്ളൂ. അന്ന് എൻ്റെ കൂടെ ഒന്ന് ഷൗക്കത്തുൽ ഉസ്താദ്, മറ്റൊന്ന് ഉമ്മർ ഉസ്താദ്. ഈ 2 പേരാണ് ഉണ്ടായിരുന്നത് കുട്ടികളെ മതം പഠിപ്പിക്കാൻ. പിന്നെ ലേഡീസ് സ്റ്റാഫ് എല്ലാം കൂടി, ലേഡീസ് സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും എല്ലാം കൂടി ഒരു 10 പേരുണ്ടാവും. അങ്ങനെ പിന്നെ ക്രമത്തിൽ ഞാൻ ഉയർന്നു വന്ന് കുറേ കാര്യങ്ങളൊക്കെ എന്നെ കൂടി ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ ചെയ്തു. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും അഡ്മിഷൻ കൂടി വന്നു. 750 അഡ്മിഷൻ വരെ വന്നിട്ട് ഒരു വർഷത്തിൽ 750 കുട്ടികളെ ചേർത്ത്. LKG ഡിവിഷന് P ഡിവിഷൻ വരെ വന്നു. പിന്നെ അടുത്ത വർഷം ക്ലാസ് ഉയർന്നു, 2-ാം ക്ലാസ് വന്നു. UKGയിലെ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് വന്നു. LKGയിൽ അഡ്മിഷൻ നടന്നു. അന്ന് 100-ലധികം കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു ആദ്യത്തെ തന്നെ. ഉസ്താദിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിൻ്റെ വിസിറ്റ് ഉണ്ടാവുക. ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോവുക. ഉസ്താദായിരുന്നു എല്ലാറ്റിനും ഉണ്ടായിരുന്നത്. പിന്നെ വാപ്പുവാക്ക ഇപ്പോഴും വരും, എൻ്റെ നിർദ്ദേശങ്ങൾ തരും. പിന്നീട് ഇങ്ങനെ ഉയർന്നു വന്നു, ക്ലാസ്സുകൾ ഉയർന്നു. 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, അങ്ങനെ 5, 6, 7, 8, 9, 10 വരെ ക്ലാസ്സുകൾ വന്നു. 2010 മുതൽ കുട്ടികൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തുടങ്ങി. 2010 മുതൽ അന്ന് എത്ര കുട്ടികളാണ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും 10-40 കുട്ടികളുണ്ടാവും അന്ന്. അതിനുശേഷം 2013 ഇതിന് സ്കൂളിൽ നിന്ന് അംഗീകാരം ലഭിച്ചത്.
CBSE. CBSEയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി പിന്നെ നമുക്ക് എക്സാം എഴുതേണ്ട ഇവിടെ തന്നെ എഴുതാനുള്ള സൗകര്യം കിട്ടി. അതിന് മുമ്പ് നമ്മൾ എക്സാം എഴുതിയിരുന്നത് മോളൂർ സെൻട്രൽ സ്കൂളായിരുന്നു. ഓരോ വർഷവും അവിടെ പോകും പരീക്ഷ എഴുതാൻ. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ വളരെ സഹകരിച്ചിരുന്നു. അദ്ദേഹമെല്ലാം വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടികളെ നേരിട്ട് നേർവഴിക്ക് നടത്താനുള്ള ഉപദേശങ്ങൾ. പിന്നെ ഓരോ വർഷവും റമദാൻ മാസത്തിൽ കുട്ടികൾക്ക് പ്രത്യേക പരിപാടികളുണ്ടാവും. അതിലൊക്കെ ഉസ്താദ് പങ്കെടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ആനിവേഴ്സറി, അതുപോലുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഇതിലൊക്കെ ഞങ്ങളോടൊത്ത് ഉത്സാഹം ഉണ്ടാവും. സ്കൂളിൻ്റെ സംവിധാനങ്ങൾ തീരെ മികച്ചതല്ലാത്തൊരു സാഹചര്യത്തിലാണ് സ്കൂളിലേക്കുള്ള സാറിൻ്റെ ഒരു വരവ്. കാരണം 1ാം ക്ലാസ് വരെ കുട്ടികളെ ഉണ്ടായിരുന്നു. ചെറിയൊരു ബിൽഡിങ്, അതന്നെ ഷെഡായിരുന്നു. അതെ. അപ്പം അന്നത്തെ ആ ഒരു സ്കൂളിനെ ഇപ്പം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അന്നത്തെ സ്കൂൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരില്ലല്ലോ. അന്നുണ്ട്, സ്കൂളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ സ്കൂൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലേ നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ സ്കൂളുണ്ടായിരുന്നു എന്നുള്ളത്. ഏതായാലും വലിയ പുരോഗതിയാണ് ഉണ്ടായത്. 2021 എനിക്ക് അസുഖം ബാധിച്ചു. അങ്ങനെ 2 വർഷം ഞാൻ ലീവ് എടുത്തു. പിന്നെ വീണ്ടും 2023 വന്നു. 24 മാർച്ച് ആയപ്പോഴൊക്കെ ഞാൻ 23 മാർച്ച് ആയപ്പോഴും ഞാൻ ഇവിടുന്ന് പോയി. മതിൻ്റെ ഒരു ആദ്യകാലത്തൊക്കെ സർ മതിൻ തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ സർ മതിനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആദ്യകാല അനുഭവങ്ങളൊക്കെ സാറിൻ്റെ മനസ്സിലെങ്ങനെയാണ് നിൽക്കുന്നത്? ആദ്യകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, ബിൽഡിങ്ങുകളുണ്ടായിരുന്നില്ല, മോല ഷെഡുകളും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ടീച്ചേഴ്സും തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഷെഡ് ഈ പാർട്ടീഷൻ ചെയ്തിട്ട് ഷെഡിൽ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ആ വല്ല ബിൽഡിങ് അവിടെ വന്നത്. ആദ്യം ഒരു ബിൽഡിങ് വന്നു, അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ ബിൽഡിങ് വന്നു, പിന്നെ ഇത് 3ാമത്തെ ബിൽഡിങ്ങാണ്. പ്രിൻസിപ്പൽ പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു സീനിയർ പ്രിൻസിപ്പൽ പോസ്റ്റിൽ ആണെങ്കിൽ പോലും ടീച്ചേഴ്സിനോടും മറ്റ് സ്റ്റാഫിനോടൊക്കെ സാറ് കാണിക്കുന്നൊരു ആത്മബന്ധമുണ്ട്. എല്ലാവർക്കും സാറ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അത് എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട്? എല്ലാവരും അവരെന്നെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ഒബേ ചെയ്തിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി അവർ പാലിക്കും. അതുകൊണ്ടാണ് സ്കൂൾ വളർന്നു വന്നത്. എൻ്റെ മാത്രം ശ്രമമല്ല, ടീച്ചേഴ്സിൻ്റെയും കൂടി ശ്രമം, ഉസ്താദിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അങ്ങനെ ദീർഘകാലം 10-21 വർഷം ഇവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. നമ്മൾ പബ്ലിക് സ്കൂളിനെ ഒരു ഇംഗ്ലീഷ് ക്യാമ്പസ് ആക്കി മാറ്റുക എന്ന് പറയുന്നതിൽ സാറിൻ്റെ ഒരു വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതിൻ്റെ ഒരു പിന്നിലുണ്ടായിരുന്നൊരു ഇതെന്തായിരുന്നു? അതെങ്ങനെയാണ്? ടീച്ചേഴ്സിനൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നിർബന്ധമായിരുന്നു. മലയാളം സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് എല്ലായ്പ്പോഴും ഇംഗ്ലീഷിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിലും കുട്ടികളോട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറയും. ടീച്ചേഴ്സിനോട് നിർബന്ധിക്കും, കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് ശീലിപ്പിക്കണം, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തെല്ലാം മാർഗങ്ങളാണ്. പിന്നെ ലാബിലുകളൊക്കെ എല്ലായിടത്തും സ്പീക്ക് ഇംഗ്ലീഷ് എന്ന ലാബിലുകൾ ഒട്ടിച്ചു. രക്ഷിതാക്കൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഒക്കെ രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്തി. 3 മാസം കൂടുമ്പോൾ പാരൻസ് മീറ്റ് ഉണ്ടാവും. അതിലെല്ലാ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉസ്താദും ചിലപ്പോൾ മീറ്റിങ്ങിന് വരും. പിന്നെ വാപ്പൊക്കെ ഉണ്ടാവും. എല്ലാം ആയിട്ട് ദീർഘകാലം അങ്ങനെ പോയി. പിന്നെ അവസാനം ഇതൊരു ഇംഗ്ലീഷ് ക്യാമ്പസായി മാറി. ഇംഗ്ലീഷ് സംസാരിക്കാൻ തന്നെ തുടങ്ങിയ കുട്ടികൾ മൊത്തത്തിൽ മറ്റു സ്കൂളിനെ അപേക്ഷിച്ച് നമുക്ക് കുട്ടികളെ കൂടുതൽ കിട്ടാൻ കാരണം ഇംഗ്ലീഷിൻ്റെ പുരോഗതിയും മതവിദ്യാഭ്യാസവുമാണ്. മതവിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാവില്ല. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാരണം മതവിദ്യാഭ്യാസം നൽകുന്നതെന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസം,
അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ വന്നത്. രക്ഷിതാക്കൾക്ക് പിന്നെ വീട്ടിൽ മറ്റ് മദ്രസകളിൽ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഉസ്താദന്മാരൊക്കെ ഇപ്പോൾ 45 50 മറ്റേ സ്കൂളിൽ പോകുന്നുണ്ട്. സാറിൻ്റെ ഒരു ഇംഗ്ലീഷിനോടുള്ള സാറിൻ്റെ ഒരു പാഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സാറിൻ്റെ ഇംഗ്ലീഷ് പഠനത്തെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇംഗ്ലീഷ് പഠനം തന്നെ ലാംഗ്വേജ് എപ്പോഴും ഡൂയിങ് ബൈ ലേണിംഗ് ആണ്. സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഏത് ഭാഷ പഠിക്കുന്നത്. ആദ്യം കേട്ട് പഠിക്കുക, പിന്നെ സംസാരിച്ച് പഠിക്കുക, പിന്നെ എഴുതി പഠിക്കുക. LSRW, ലിസണിങ് ആൻഡ് സ്പീക്ക്, റീഡിങ് ആൻഡ് സ്പീക്ക്. ഉസ്താദുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സാർ ഇപ്പം ഈയിടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പം നമ്മുടെ ഉസ്താദുമായിട്ടുള്ളൊരു ആത്മബന്ധത്തെ പറ്റിയിട്ട് ഇപ്പോൾ 2001 വന്ന് ഇത്രയും കാലയളവിൽ ഉസ്താദിനായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? ഞാൻ ഉസ്താദിൻ്റെ അടുത്തേക്ക് അധികം പോകാറില്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകാറുള്ളൂ. എപ്പോഴും ചെന്ന് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി എനിക്കില്ല. എല്ലാ കാര്യം അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ എന്നെ വിളിപ്പിക്കും, അപ്പം സംസാരിക്കും. ഈ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും തന്നെ ഇവിടെ സദാത്തിലേക്കൊക്കെ കോൺട്രിബ്യൂഷൻ ഓരോ മാസവും എന്നാൽ കഴിയുന്നത് ഞാൻ കൊടുക്കും. ഇപ്പോഴും തുടർന്നുണ്ട്. നമ്മൾ സ്റ്റാഫ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രിൻസിപ്പൾ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തുള്ളൊരു അറ്റാച്ച്മെൻ്റാണ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സാറിനോട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ പരിപാടികളിലും മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ സാർ സംബന്ധിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് സാറിന് ഈ ഇത്രയും തിരക്കുകളുണ്ട്, ഈ ഒരു പോസ്റ്റിലിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നതൊക്കെ പേര് വേണ്ടി വന്നാൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. റൂമിൽ കസേരയിലിരുന്നാൽ പ്രിൻസിപ്പളായിരുന്നാൽ കുട്ടികളൊന്നും പഠിക്കില്ല. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് വിസിറ്റ് ചെയ്യും, ഓരോ ദിവസവും എല്ലാ ക്ലാസ്സും. എത്ര ക്ലാസ്സുകൾ 113 ക്ലാസ്സുകൾ ഇപ്പോഴുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഞാൻ ഡെയിലി പോകും. വേണ്ട നിർദ്ദേശങ്ങൾ ടീച്ചേഴ്സിന് കൊടുക്കും, കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കും, അവരെ വിഷ് ചെയ്യും. ഇങ്ങനെ ഒരു ബന്ധം. അങ്ങനെ ടീച്ചേഴ്സും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഇവിടെ പഠിപ്പിച്ച ഏതൊരാൾക്കും ഏത് സ്കൂളിൽ പോയി പഠിപ്പിക്കുക. അങ്ങനെ ഒരു പരിശീലനം കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ CBSE സ്കൂളുകളിൽ ഒന്ന് തന്നെയാണ് മഅദിൻ പബ്ലിക് സ്കൂൾ. സംശയമില്ല. അതെ. അപ്പം ആ ഒരു വളർച്ചയിൽ മഅദിൻ പബ്ലിക് സ്കൂൾ എത്തി നിൽക്കുമ്പം അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ സർ എങ്ങനെയാണ് ആ ഒരു വളർച്ചയെ നോക്കി കാണുന്നത് ഇന്നത്തെ മഅദിൻ പബ്ലിക് സ്കൂളിനെ? ഞാൻ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വളർന്നു വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ സ്കൂൾ എല്ലായിടത്തും ഇത്ര ബിൽഡിങ്ങുകളൊന്നും ഇല്ലല്ലോ. ഇന്ന് പള്ളിയില്ല, പുതിയ ബിൽഡിങ്ങുകളില്ല. അതുപോലെ ഇത്രയും ജനസഞ്ചയം ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. എന്നാൽ വരുന്നവരൊക്കെ നേരിട്ട് ഓഫീസിൽ പോവും. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും തീങ്ങാനയിലേക്കോ അല്ലെങ്കിൽ നേർച്ചയോ കൊണ്ടേ കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെ ഉണ്ട്. ആര് വന്നാലും അവരെ സ്വീകരിക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളത് നല്ലൊരു ഭാവി ഇതിനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ CBSE സ്കൂളാണിത്. ഇതുപോലെ സ്കൂൾ വേറെ എവിടെയും കാണില്ല. അന്ന് 5800ഓളം കുട്ടികളുണ്ടായിരുന്നു. ഒരു CBSE സ്കൂളിൽ അത്രയും കുട്ടികളുണ്ടാവും. വളരെ കൂടുതലാണ്. 1000-1500 കുട്ടികളുണ്ടാവുള്ളൂ. നമ്മുടെ സ്കൂള് ഇത്രയും കുട്ടികളെ ജനങ്ങളെ സഹകരണമുണ്ട്, രക്ഷിതാക്കളുടെ സഹകരണവും അവർ ശ്രമിച്ചെങ്കിലല്ലേ നമുക്ക്. ആ രൂപത്തിൽ മുന്നോട്ട് വന്ന ഇന്ന് ഈ രൂപത്തിലെത്തി. നമ്മൾ പബ്ലിക് സ്കൂളിൻ്റെ ഒരുപാട് നേട്ടങ്ങളെയും സാറ് നടപ്പിലാക്കിയിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, ഇനി പബ്ലിക് സ്കൂളിൽ എന്തെങ്കിലും നടത്തണം എന്ന സാർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും മാറ്റം വരണമെന്ന് സാർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു? ഉള്ളതിൽ നിന്ന് മാറ്റം വരാന്നുള്ളതല്ല, നേരത്തെ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കുക. അതെ, ആ പഴയ രീതി തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക, അതേ രക്ഷയുള്ളൂ.
ഇപ്പം ഈ വീഡിയോ കാണുന്ന നമ്മളുടെ സ്കൂളുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ ഒരുപാട് അധ്യാപകരുണ്ടാവും. ഇപ്പോൾ സാറിനെ കാണാത്തതായിട്ടുള്ള ഒരുപാട് അധ്യാപകർ, മറ്റ് നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സാറിന് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ്? സാധാരണ പോളിസി ഞാൻ പറയാറുള്ള ഹാർഡ് വർക്ക് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ് എന്നാണ്. അത് എവിടെയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ സക്സസ് ഉണ്ടാവും. നമ്മൾ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ എല്ലാം സ്ലോ ആയിട്ട് തന്നെ പോവുള്ളൂ. അല്പം അധ്വാനം എടുത്താലും ശ്രമം എടുത്താലും വിജയത്തിലെത്തും. നമ്മൾ ശ്രമിക്കണം. പരിശ്രമം ചെയ്യുക എന്തിനേയും മനുഷ്യനെ വശത്തിലാക്കാം. അതെ. അപ്പോൾ സാറിൻ്റെ ഈ തിരക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ഇതിൽ ഒരു ചെറിയൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോൾ സാറിനോടൊപ്പം ടീം മാദിൻ അപ്ഡേറ്റ്സ്.